പ്രധാനപ്പെട്ട സംഭവം നടക്കാൻ പോകുന്നത് IPL ഫൈനലാണ്. IPLന്റെ ഇത്രയും നാൾ നീണ്ട കലാശ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ IPL ഫൈനൽ മത്സരം നടക്കുകയാണ്. കൊൽക്കത്തയും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടുന്നു ചെന്നൈയിലെ ചിദംബരം സ്റ്റേഡിയത്തിൽ. രാത്രി 7:30 മത്സരം ആരംഭിക്കും. അതേസമയം ഈ മഴ ഒരു പ്രശ്നമാകുമോ എന്നുള്ള ആശങ്കയുണ്ട്. ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന റുമാൽ ചുഴലിക്കാറ്റ് IPLനെ എങ്ങനെ സ്വാധീനിക്കുമെന്നുള്ളതാണ് ആശങ്ക. ഈ സീസണിൽ 2 തവണയാണ് കൊൽക്കത്തയും ഹൈദരാബാദും ഏറ്റുമുട്ടിയത്. രണ്ടിലും ജയം കൊൽക്കത്തയ്ക്കൊപ്പം നിന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ 4 റൺസിനും ക്വാളിഫയറിൽ 8 വിക്കറ്റിനുമാണ് കൊൽക്കത്തയുടെ വിജയം. പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനക്കാരായി കൊൽക്കത്ത പ്ലേ ഓഫിലെത്തിയപ്പോൾ 2ാം സ്ഥാനക്കാരായാണ് ഹൈദരാബാദിന്റെ പ്രവേശനം. വിസ്ഫോടന ശേഷിയുള്ള ഹൈദരാബാദിന്റെ ബാറ്റിംഗ് നിരയും ടൂർണമെന്റിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ ബൌളിംഗ് നിരയുള്ള കൊൽക്കത്തയും തമ്മിലാണ് പോരാട്ടം. ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, മാഗ്നസ് കാൾസൺ, എയ്ഡൻ മാർക്രം. ഹൈദരാബാദ് ബാറ്റിംഗ് നിരയിലെ ആദ്യ 4 പേരുകൾ ഇങ്ങനെയാണ്. ഏത് ബൌളിംഗ് നിരയുടെയും നെഞ്ചിരിപ്പേറ്റുന്ന ബാറ്റിംഗ് നിര. മറുപടിക്കായി കൊൽക്കത്ത കാത്തുവെക്കുന്നത് ടൂർണമെന്റിലെ തന്നെ ഏറ്റവും വില പിടിച്ച താരമായ മിച്ചൽ സ്റ്റാർക്കിനെയാണ്. ഇതിനു പുറമെ സുനിൽ നരേനും വരുൺ ചക്രവർത്തിയും ചേരുമ്പോൾ ഹൈദരാബാദ് ഭയക്കണം. ചെന്നൈയിലെ വേഗം കുറഞ്ഞ പിച്ചിൽ കളിമികവ് മാത്രം മതിയാകില്ല. ബാറ്റിലേക്ക് പന്ത് വരാൻ മടിക്കുന്ന പിച്ചിൽ മനസാന്നിധ്യവും കാത്തിരിപ്പും ക്ഷമയുമെല്ലാം വിജയത്തിലേക്കുള്ള ഗതി നിർണ്ണയിക്കും. ചെപ്പോക്കിനു മുകളിൽ ഇന്ന് മഴമേഘങ്ങൾ സജീവമാകുമെന്ന റിപ്പോർട്ട് ആരാധകരുടെ നെഞ്ചിരിപ്പേറ്റുന്നുണ്ട്. ഫൈനലിന് വില്ലനായി മഴയെത്തിയാൽ മത്സരം റിസർവ് ഡേയിലേക്ക് നീളും. എന്നാൽ മഴയുടെ തടസ്സമില്ലാതെ മത്സരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. 3ാം കിരീടം ലക്ഷ്യമിട്ട് കൊൽക്കത്തയും 2ാം കിരീടത്തിനായി ഹൈദരാബാദും ഏറ്റുമുട്ടുമ്പോൾ മത്സരം തീപാറുമെന്ന് ഉറപ്പ്. അവസാന ചിരി പാറ്റ് കമ്മിൻസിന്റേതോ ശ്രേയസ് അയ്യരുടേതോ? ഗാലറിയിൽ ആഘോഷപ്പുത്തിരി കത്തിക്കുന്നത് ഷാരൂഖ് ഖാനോ അതോ കാവ്യമാരനോ? കാത്തിരിക്കാം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. ഈ ഒരുപക്ഷെ പാറ്റ് കമ്മിൻസ് എന്നുള്ള ക്യാപ്റ്റനെ എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. കാരണം ഈ ലോകവേദിയിൽ 2 കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഇതിനോടകം. അത് ടെസ്റ്റ് ക്രിക്കറ്റിലുമാവട്ടെ ഏകദിന ലോകകപ്പിലുമാവട്ടെ 2 ഫൈനൽ കിരീടങ്ങൾ നേടിയ ക്യാപ്റ്റനാണ്. അപ്പോൾ IPLന്റെ ഫൈനലിൽ എത്തുമ്പോൾ പാറ്റ് കമ്മിൻസ് ഓസ്ട്രേലിയൻ പ്രൊഫഷണലിസം കൊൽക്കത്തയ്ക്ക് വേണ്ടി പ്രകടമാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണെങ്കിലും ചെപ്പോക്കിൽ മഴ പെയ്യാതിരിക്കട്ടെ, IPLന്റെ ആവേശം നിറയട്ടെ ഈ സന്ധിയിൽ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.